ഇന്ന് നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടെ. കുറഞ്ഞ സമയം മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ. പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്കൊരു 3 മുട്ട അങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ളത്ര മുട്ട എടുക്കാം. ഞാനിപ്പോൾ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെ കുറച്ചൊരു പെപ്പർ ഇങ്ങനെ വിതറി കൊടുക്കുക. കുറച്ചൊരു ഉപ്പ് ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കണേ. ഇനി വേറൊരു പാൻ എടുക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ട പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ. രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതിയേ. ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഇതിലേക്കൊരു 2-3 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചീസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഒരു ക്രീമി പരുവത്തിലായി കിട്ടണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഈ ചീസിലും ബട്ടറിലൊക്കെ ഉപ്പുണ്ട്. അപ്പം വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയും മതി. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച മുട്ടൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് അത്രയും മതി. ഇനിയിപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യട്ടോ. ഇനി കുറച്ചും കൂടെ പെപ്പർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചോറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ്. പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ.